ഈ കാസർഗോട്ടെ ഈ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കർണപടം അടിച്ച് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധ്യാപകൻ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ പുതിയ വിവരങ്ങൾ? ബിൻചേട്ടൻ സ്കൂളിൽ നിന്ന് അടിയിട്ടിട്ടുണ്ടോ? അന്ന് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിയില്ലേ? നല്ല അടി, ചൂരൽ വെച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. മുഖത്തടിച്ചിട്ടുണ്ടോ? മുഖത്തടിച്ചിട്ടില്ല, കയ്യിലൊക്കെ അടിച്ചിട്ടുണ്ട്, കാലിന് തുടക്കൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തൊരു പ്രശ്നമുണ്ട്, കുട്ടികളെ അടിക്കാൻ പാടില്ല. കാരണം ബാലാവകാശ കമ്മീഷനും ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷനൊക്കെ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അവരത് കാണുന്നത്. ഈ കേസിന് മറ്റൊരു തലമുണ്ട്. അതായത് കുട്ടിയുടെ മുഖത്താണ് അടിച്ചത്, കർണപടം പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി ഒരു 6 മാസത്തോളം കുട്ടിക്ക് ചെവി നനയ്ക്കാൻ പറ്റില്ല, ചികിത്സ വേണം. ഈ കാസർഗോഡ് കൊണ്ടുപോയി സ്കൂളിലാണ് സംഭവം. കഴിഞ്ഞ തിങ്കളാഴ്ച അസംബ്ലി നടക്കുകയാണ്. അപ്പോൾ അസംബ്ലിയിൽ അറിയാമല്ലോ, നമ്മൾ കുട്ടികളിങ്ങനെ ലൈനായിട്ട് നിൽക്കും. എല്ലാ കുട്ടികളും ഒരേ സ്വഭാവമായിരിക്കില്ലല്ലോ. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് സമയം മാത്രമേ അവർക്ക് ഏതൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയിലാണെങ്കിൽ പോലും ഈ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ, എനിക്കൊന്നൊരു മാക്സിമം 7 മിനിറ്റ് 8 മിനിറ്റ് എങ്ങാണ്ടാണ് ഒരു കുട്ടിക്ക് ഒരു സാധനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ചിന്തകളിലേക്ക് പോകും, വേറെ പ്രവർത്തികളിലേക്ക് പോകും കുട്ടികൾ. അപ്പോൾ ഈ കുട്ടി, ഈ പറയുന്ന കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, കാലുകൊണ്ട് നിലത്ത് ഈ ചരലാണല്ലോ, ചരലിൽ ചിത്രം വരച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ അധ്യാപകൻ എന്തോ കാര്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പയ്യൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം തന്നെ പയ്യനെ സ്റ്റേജിലേക്ക് വിളിച്ചു, അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു. കുട്ടി കരഞ്ഞുകൊണ്ട് വീണ്ടും അസംബ്ലിയിൽ അവിടെ പോയി. അപ്പോൾ ഇത് അസംബ്ലി കഴിഞ്ഞപ്പം കുട്ടി കരഞ്ഞിങ്ങനെ ചെവിയും പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകനും മറ്റധ്യാപകരൊക്കെ ചേർന്നിട്ട് പോട്ടെ സാരമില്ല എന്നും പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കി. ഓക്കെ ശരി, കുട്ടി അത് കേട്ട് നിന്നു. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര ചെവി വേദനയാണ്. അപ്പോൾ അവർ ആശുപത്രി കൊണ്ടുപോയ സമയത്താണ് മനസ്സിലാവുന്നത് കുട്ടിയുടെ കർണപടം പൊട്ടിയിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയോ സ്കൂളുകാരറിഞ്ഞു ഇത് കേസാവാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് ഈ അധ്യാപകനും PTA പ്രസിഡൻറ്റും കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഈ കുട്ടിയെ വീട്ടിൽ പോയി ചെന്ന് കണ്ടു. കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ 1 ലക്ഷം രൂപ തരാം, നിങ്ങളിത് വലിയ വിഷയമാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് 6 മാസത്തേക്ക് ചെവി നനയ്ക്കാൻ പറ്റില്ല, ചികിത്സ വേണം. കുട്ടി ഈ വേദന സഹിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങളിത് പരാതിയായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു പോലീസ് ഒരു പരാതി കൊടുത്തു. ഈ പോലീസിൽ കൊടുത്ത പരാതി, പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഇത് വാർത്തയായ ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇവർ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം ആയതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള M അശോകൻ എന്ന് പറയുന്ന ആൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഈ കുട്ടിയെ ആക്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. പക്ഷേ അറസ്റ്റ് പെട്ടെന്ന് വേണ്ട, വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ള, അതിനുശേഷം മാത്രം അറസ്റ്റ് മതി എന്നുള്ളതാണ് പോലീസിൻ്റെ തീരുമാനം. അപ്പോൾ സ്കൂളിൽ ഇവർ അന്വേഷിച്ച് പോയ സമയത്ത് അദ്ദേഹം സ്കൂളിലില്ല, വീട്ടിൽ പോയപ്പോൾ വീട്ടിലുമില്ല. അപ്പോൾ പോലീസ് ഇദ്ദേഹം ഒളിവിലാണ് എന്ന രീതിയിൽ എഴുതി. അപ്പോൾ ഇദ്ദേഹത്തെ മറ്റുള്ളവർ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഞാൻ ഒളിവിലല്ല, മുൻകൂർ ജാമ്യത്തിന് പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഞാനിപ്പം ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡ്യൂട്ടി ഉണ്ട് എനിക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മറ്റൊരിടത്താണ്, അതേത് സ്ഥലം എന്നൊന്നും പറയാനുള്ള തയ്യാറായിട്ടില്ല, ഞാൻ മറ്റൊരിടത്താണ് ഇപ്പോൾ ഉള്ളത്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡ്യൂട്ടിയിലാണ് ഇന്ന് പോലീസ് അന്വേഷിക്കുന്നത് എനിക്കറിയാം, ഞാൻ ഒളിവിലല്ല, ഇത്ര മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മളെ അടിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ അടിക്കരുത് എന്നൊരു തീരുമാനം ഇപ്പോഴുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ മുൻപ് വേറെ സംഭവം ഉണ്ടായിരുന്നു ബെഞ്ചേട്ടൻ, അതായത് ബെഞ്ചേട്ടന് ഓർമ്മയുണ്ടെന്നറിയില്ല, ഒരു കുട്ടീനെ അടിച്ചിട്ട് അധ്യാപകൻ കോടതി കയറേണ്ടി വന്നൊരു സംഭവം വായിച്ചിട്ടില്ല. എന്നിട്ട് ആ അധ്യാപകന്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു, വളരെ വൈകാരികമായിട്ട് അദ്ദേഹം എഴുതിയ ഒരു സാധനം, ഞാൻ എൻ്റെ മക്കളെ ശാസിക്കുന്നത് പോലെയാണ് കുട്ടികളെ ശാസിക്കാറ്. അത് വലിയൊരു ക്രൂരമായ ആക്രമണമൊന്നും അല്ല, അത് ജസ്റ്റ് അടിച്ചിട്ടേ ഉള്ളൂ. ഇത് പക്ഷെ അങ്ങനെയല്ല, ക്രൂരമായ ആക്രമണമാണ്. പിന്നെ കർണപടമൊക്കെ പൊട്ടുക എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക് ഇനി നനച്ചൂടാന്നൊക്കെ പറയുമ്പോൾ എത്ര ഗുരുതരമാണത്. അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അത് ഈ ചെവിക്ക് അടിക്കണമെങ്കിൽ അയാൾ എത്ര പവറിലായിരിക്കും അടിച്ചിട്ടുണ്ടാവും. ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചെവി അടിച്ച് പൊളിക്കാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈക്കോടതി തന്നെ ചില ഘട്ടങ്ങളിൽ പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് ഈ കുട്ടികളുടെ പരാതികൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വസ്തുത പരിശോധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചില ഘട്ടങ്ങളിൽ കുട്ടികൾ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ കേസുകളോ അല്ലെങ്കിൽ പരാതികൾ കേസുകളാകുന്ന ഘട്ടത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും ബേഡകം പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം അറസ്റ്റ് മതി എന്ന് പറയുന്നത്. അപ്പോൾ ബേഡകം പോലീസ് ഈ കുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്, സ്കൂളിൽ വന്ന് മൊഴിയെടുത്തിട്ടുണ്ട്, PTA പ്രസിഡൻറ്റിൻ്റെ മൊഴിയെടുക്കും, പിന്നെ അതോടൊപ്പം തന്നെ കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ച ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴിയെടുക്കും, അവരുടെ ഈ ചികിത്സാ രേഖകൾ വിശദമായിട്ട് പരിശോധിക്കും. ഇതെല്ലാം പരിശോധിച്ച് സംഭവത്തിൻ്റെ എന്താ പറയുക കാഠിന്യം ഉറപ്പുവരുത്തിയതിന് ശേഷം, എത്ര ഗുരുതരമായ കുറ്റമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പ്രധാന അധ്യാപകൻ കൂടിയായിട്ടുള്ള അശോകനെ അറസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഇത് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ട് ഇതിന് നിർദ്ദേശം കൊടുത്തു. അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുമ്പേ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. ഇതിൽ വിശദമായിട്ട് അന്വേഷണം നടത്താൻ DEOയ്ക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ DEO ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ഇത് ഓൾറെഡി ഇദ്ദേഹം സസ്പെൻഷനിലും കണ്ടാണ്. പക്ഷേ ഈ സസ്പെൻഷനിലാണെങ്കിൽ ഈ പുസ്തകത്തിന് ഡ്യൂട്ടി വരുമോ? അതറിയില്ല, അത് എങ്ങനെയാണെന്ന് അറിയില്ല. സസ്പെൻഷൻ ആയിരിക്കില്ല, ചിലപ്പം വേറെ എന്തെങ്കിലും മെമ്മോ എങ്ങനെ കൊടുത്തിട്ടേ ഉണ്ടാകത്തുള്ളൂ. അത്രയും ഉണ്ടാകാൻ സാധ്യത. അപ്പം അദ്ദേഹം പറയുന്നതാണ് എനിക്ക് പുസ്തകം. അല്ല, ഇപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഇത്തരത്തിൽ അധ്യാപകർ നമ്മളെല്ലാം അടിക്കുമായിരുന്നു, പക്ഷേ നമ്മൾ ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു വേറൊരു തരത്തിലേക്കായി മാറിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളെ വേറൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത്. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളെ അടിക്കില്ല, എല്ലാവർക്കും ഒരു മോനും ഒരു മോളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പണ്ട് കാലത്തൊക്കെ ഒരു വീട്ടിൽ 3-4 പിള്ളേരൊക്കെ ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിയൊക്കെയാണ്. അപ്പോൾ അതിനെ മാക്സിമം ചോദിക്കുന്നതെല്ലാം കൊടുത്ത് നമുക്കൊക്കെ സ്കൂളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. കാരണം ഓരോന്നും നമ്മൾ ആവശ്യപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് കിട്ടുക. പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സാധനങ്ങൾ നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അതിപ്പോൾ ആരുടെ ആണെങ്കിലും, ഇപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിലും സ്വന്തം മക്കൾ എന്താവശ്യം പറഞ്ഞാലും പെട്ടെന്ന് സാധിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികളും അതനുസരിച്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ചെറിയ വിഷമം പോലും താങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അധ്യാപകർ അടിക്കുന്നതൊന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല, മാതാപിതാക്കൾ അടിക്കുന്നതൊന്നും താങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനോ കളിയാക്കിയാൽ പോലും അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻഷനാവും, ഡിപ്രഷനൊക്കെ ഒരുപാട് കൂടും. അതോടൊപ്പം തന്നെ ഈ സൈക്കാട്രിസ്റ്റുകളുടെ എണ്ണവും സൈക്കാട്രിസ്റ്റുകളെ കാണാൻ പോകുന്ന കുട്ടികളുടെ എണ്ണവും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിച്ചത് ഒരു പക തീർക്കുന്ന പോലുള്ളൊരു അടിയാണ്, അല്ലാതെ വിദ്യാർത്ഥി നന്നാവാൻ വേണ്ടിയിട്ടുള്ളൊരു അടിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കർണപടം അടിച്ച് തകർക്കുന്ന വിധത്തിൽ മുഖത്തടിക്കില്ല. അപ്പോൾ കൈക്കോ അല്ലെങ്കിൽ കാലിനോ ചൂരിലോ വെച്ച് അടിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ഇതിൽ എന്തായാലും കൃത്യമായ നടപടി ആവശ്യമുണ്ട്. പക്ഷേ അയാളെ സംരക്ഷിക്കുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല.